നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. തോൽവിയിലേറ്റ കനത്ത പ്രഹരം സ്വയം വിമർശനത്തിലൂടെ ഏറ്റെടുക്കുകയാണ് CPM-നെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു. അമിത ആത്മവിശ്വാസം വിനയായി. തോൽവി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ന്യായീകരണം. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് പറയുമ്പോഴും പാർട്ടി ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നു. ഉത്തരവാദികൾ വ്യക്തികളല്ലെന്നാണ് വിലയിരുത്തൽ. എവിടെ പിഴച്ചെന്ന് താഴെ തട്ടുമുതൽ പരിശോധന അനിവാര്യം. ടോപ് 10ലേക്ക് സമഗ്രമായി വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ വീണ വിജയൻ EDയുടെ സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച ഹാജരാകണം. ശശിധരൻ കർത്ത ഉൾപ്പെടെ 8 CMRL ഉദ്യോഗസ്ഥർക്കും നോട്ടീസ്. കേസിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നും പിണറായിയെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നതാണ് എതിർക്കുന്നതെന്നും MV ഗോവിന്ദൻ. പലതും പുറത്തു വരാനുണ്ടെന്നും പിണറായി വിജയൻ പ്രതിപ്പട്ടികയിൽ വരുമെന്നും മാത്യു കുഴൽനാടൻ. അപ്രതീക്ഷിതമായ വലിയ തിരിച്ചടിയാണ് LDF-നുണ്ടായത് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ആ കാര്യം തന്നെയാണ് റിവ്യൂവിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോഴും കണ്ടത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സ്വയം വിമർശനവുമായി CPM. തോൽവി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയും ആഗോള അയ്യപ്പ സംഗമവും തിരിച്ചടിയായെന്നും MV ഗോവിന്ദൻ. വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ പരാമർശങ്ങൾ തള്ളി. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും വിലയിരുത്തൽ. ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാനൊരുങ്ങി നേതൃത്വം. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്ക് മുൻകൂർ ജാമ്യം. നരഹത്യാ വകുപ്പ് ചുമത്തിയതിൽ അസ്വാഭാവികതയെന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. തിരിച്ചടിയല്ലെന്നും അപ്പീൽ നൽകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിധിയിൽ നിരാശയെന്നും നിയമപോരാട്ടം തുടരുമെന്നും AD തോമസ്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ KK ലതികയെ ചോദ്യം ചെയ്യാൻ SIT. സംസ്ഥാനത്ത് ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. തൃശൂരിൽ മിന്നൽ ചുഴലി. സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണു. ഒഴിവായത് വൻ ദുരന്തം. കണ്ണൂരും കാസർഗോഡും പാലക്കാടും കോഴിക്കോടും കോട്ടയത്തും മഴക്കെടുതി രൂക്ഷം. ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. വയനാട്ടിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല. ആകെ ചികിത്സയിലുള്ളത് 38 പേരെന്ന് മന്ത്രി K മുരളീധരൻ. വയനാട്ടിലെത്തി രോഗികളെ സന്ദർശിച്ചു. MSC എൽസ കപ്പൽ അപകടം വരുത്തിവെച്ചതെന്ന് അന്വേഷണ റിപ്പോർട്ട്. വിഴിഞ്ഞത്ത് വെച്ച് തന്നെ കപ്പലിൽ വെള്ളം കയറിയിരുന്നുവെന്നും 5 ഡിഗ്രി ചെരിവുണ്ടായിരുന്നുവെന്നും DG ഷിപ്പിംഗ്. കപ്പൽ അപകടത്തിൽ 3 നാവികർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ഹൈക്കോടതി അനുമതി. നീറ്റ് പുനഃപരീക്ഷയിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രധാനമന്ത്രി നേരിട്ട് ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുവെന്നും മന്ത്രി. 2024 കീം പരീക്ഷയുടെ പ്രോസ്പെക്ടസ് ശരിവച്ച് ഹൈക്കോടതി. പരീക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് കോടതി. ആക്രമണം തൽക്കാലം നിർത്തി ഇറാനും ഇസ്രയേലും. തീരുമാനം ട്രംപ് ഇടപെട്ടതിന് പിന്നാലെ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തം. 8 മരണം. ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിന് മറ്റന്നാൾ തുടക്കം. ഐസ്ലാൻഡിനെതിരായ മത്സരത്തിൽ മെസ്സി കളിക്കുമെന്ന് അർജന്റീനൻ പരിശീലകൻ. സൗഹൃദ മത്സരത്തിൽ ഫ്രാൻസിനും നെതർലാൻഡ്സിനും ജയം. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. SITക്കെതിരായ വിജിലൻസ് കോടതി പരാമർശം നീക്കി. സ്റ്റോറി ഓഫ് ദ ഡേ. ഇന്നലകൾ ഉറങ്ങുന്ന ചരിത്ര അറകൾ. മാസപ്പടി കേസിൽ വീണയ്ക്ക് കുരുക്ക് മുറുകുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ T വീണയ്ക്ക് EDയുടെ സമൻസ്. വെള്ളിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. വീണയടക്കം 8 പേർക്കാണ് നോട്ടീസ് നൽകിയത്. കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് വീണയ്ക്കെതിരായ അന്വേഷണം. CMRL എക്സാലോജിക് കേസിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. CMRL എക്സാലോജി കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസുമായി ബന്ധപ്പെട്ട സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ശേഖരിച്ച രേഖകളും വിവരങ്ങളും ഇഡിക്ക് നൽകണമെന്ന
അനുകൂല വിധിക്ക് പിന്നാലെയാണ് വീണ അടക്കമുള്ളവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. ടി വീണയ്ക്ക് പുറമെ 8 പേർക്ക് കൂടി ഇഡി സമൻസ് അയച്ചിട്ടുണ്ട്. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരണസ് കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുശേഷ് കുമാർ എന്നിവരാണ് സമൻസ് ലഭിച്ച മറ്റ് പ്രധാന വ്യക്തികൾ. ഇവരെ കൂടാതെ CMRLന്റെ മറ്റ് ചില ജീവനക്കാർക്കും സമൻസ് ലഭിച്ചിട്ടുണ്ട്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ CMRL നിന്ന് IT സേവനങ്ങൾക്കായി എക്സാലോജിക് കമ്പനിക്ക് ഏകദേശം 2.78 കോടി രൂപ ലഭിച്ചതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയുണ്ടായി. എന്നാൽ വീണയോ എക്സാലോജിക് കമ്പനിയോ CMRLന് യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ലെന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെയും SFIയുടെയും കണ്ടെത്തൽ. ടി വീണയും എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിൽ നടന്നത് നിയമാനുസൃതമായ കൺസൾട്ടൻസി കരാറാണെന്നും സേവനങ്ങൾ നൽകിയതിനു ശേഷമാണ് പണം കൈപ്പറ്റിയതെന്നുമാണ് വീണയും CMRLും നൽകുന്ന വിശദീകരണം. വീണയും CMRLും തമ്മിലുണ്ടാക്കിയ 2016 കരാർ, എക്സാലോജിക്കും CMRLും 2017 ഉണ്ടാക്കിയ കരാർ എന്നിവയുടെ പൂർണ്ണ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. എക്സാലോജിക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺ വിശദാംശങ്ങളടക്കം 54 ഭാഗങ്ങളായുള്ള 134 രേഖകൾ ഇഡിക്ക് കോടതി അനുമതി നൽകിയതോടെ ലഭിക്കും. ഈ രേഖകളെല്ലാം പരിശോധിച്ചായിരിക്കും ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിക്കാനും ഇഡി ആലോചിക്കുന്നുണ്ട്. ഇഡി ഡയറക്ടർ രാഹുൽ നവീൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ യോഗം ചേർന്ന് തുടർ അന്വേഷണ നടപടികൾ തീരുമാനിച്ചിരുന്നു. കേസിനെ രാഷ്ട്രീയമായി നേരിടാൻ CPM തീരുമാനിച്ചതോടെ നിയമപരമായി പഴുതുകളടച്ച അന്വേഷണത്തിനാണ് ഇഡി ഒരുങ്ങുന്നത്. അടുത്തിടെ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ മരവിപ്പിച്ച 242 അക്കൗണ്ടുകളിൽ 18.36 കോടി രൂപ കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്കും ഇഡി കടന്നിട്ടുണ്ട്. മരവിപ്പിച്ച അക്കൗണ്ടുകളിലൊന്ന് വീണയുടേതാണ്. ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളിലൂടെയാണ് ഈ വിഷയം ആദ്യം പുറത്തുവരുന്നത്. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. എക്സാലോജിക് കേസിൽ ഇഡി നോട്ടീസ് നൽകിയെങ്കിൽ വീണ വിജയൻ ഇഡിക്ക് മുൻപിൽ ഹാജരാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എക്സാലോജിക്കുമായുള്ള കേസിൽ പാർട്ടിക്ക് ബന്ധമില്ല. ആ കേസിൽ ഇഡി പിണറായി വിജയനെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നതാണ് പാർട്ടി എതിർക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഈ വീണയുടെ ഇഡിയുമായിട്ട് ബന്ധപ്പെട്ട കേസ് തുടർന്ന് നടത്തുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇഡി നോട്ടീസ് വെള്ളിയാഴ്ച ഹാജരാവണമെന്ന് പറഞ്ഞിട്ട് SFIയുമായി ബന്ധപ്പെട്ടുള്ള കേസിൻ്റെ ഭാഗമായിട്ട് ഹാജരായ തന്നെയാണ്. ഈ കേസിലും അവർ ഹാജരാകും. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ ടി വീണ പ്രതിയായ മാസപ്പടിക്കേസിൽ പലതും പുറത്തുവരാനുണ്ടെന്ന മാത്യു കുഴൽനാടൻ MLA. CBI അന്വേഷണം വന്നാൽ പിണറായി വിജയൻ പ്രതിപട്ടികയിലേക്ക് വരും. സേവനമൊന്നും നൽകാതെയാണ് വീണ പണം കൈപ്പറ്റിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് വീണയ്ക്കെതിരായ അന്വേഷണം. CMRLന് യഥാർത്ഥ സേവനം കിട്ടിയത് PVയിൽ നിന്നാണെന്നും കരിമണലെടുക്കാൻ മുൻ സർക്കാർ അവസരമൊരുക്കിയെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ കോടിക്കണക്കിന് രൂപ കൊടുത്തത്? അതായത് ഒരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങി, അത് ബാങ്ക് മുഖാന്തരം വാങ്ങി, അത് തനിക്ക് നിയമപരമായി കിട്ടാനുള്ള പൈസയാണെന്നുള്ള രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇഡിയുടെ പിറവിൽ വരിക. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 6 മുതൽ 10 വരെ പ്രതികളായ CPM പ്രവർത്തകരെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പോലീസ്. സംഭവം നടന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിക്ക് മുൻപിൽ എത്തിച്ചാണ് കസ്റ്റഡിയിലുള്ള പ്രതികളുടെ തെളിവെടുപ്പ് നടത്തിയത്. കേസിൽ 26 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവി അപ്രതീക്ഷിതമെന്ന് സമ്മതിച്ച് CPM. പാർട്ടി സ്വയം വിമർശനം നടത്തുന്നു. തോൽവിയുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയും ആഗോള അയ്യപ്പ സംഗമവും തിരിച്ചടിയായെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പരാജയ കാരണം കോൺഗ്രസ് BJP ഡീലെന്ന് ആവർത്തിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പയ്യന്നൂർ തളിപ്പറമ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. പരാജയ കാരണത്തിൽ ആഴത്തിലുള്ള വിമർശനവും സ്വയം വിമർശനവും ചേർത്ത് വേണം റിപ്പോർട്ട് അംഗീകരിക്കാവൂ എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. വാട്സ്ആപ്പ്, ഇമെയിൽ എന്നിവ വഴി ജനങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും തേടും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം പഠിച്ചതിനു ശേഷം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചതിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരാജയ കാരണങ്ങൾ വിശദീകരിച്ചത്. 30 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് BJP ഡീലുണ്ടായി. 3ഇടത്ത് BJPയുടെ വിജയം ഗൗരവമേറിയതാണ്. SIR കൊണ്ടുവന്നത് പിണറായി സർക്കാരാണെന്ന തെറ്റായ പ്രചാരണമുണ്ടായി. പയ്യന്നൂർ തളിപ്പറമ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയുണ്ടായതായും MV ഗോവിന്ദൻ പറഞ്ഞു.
ഇങ്ങനെയുള്ളൊരു പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാവുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സ്വയം വിമർശനം ഞങ്ങൾ അംഗീകരിച്ചു. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പോരായ്മയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്വയം വിമർശനവുമായിട്ട് തന്നെ കാണുക. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകൾ സ്വയം വിമർശനവുമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ വിമർശനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശം പാർട്ടി തള്ളിക്കളഞ്ഞതാണ്. എന്നാൽ പാർട്ടിക്ക് ശക്തമായി പ്രതിരോധിക്കാൻ കഴിയാഞ്ഞത് പോരായ്മയായി. ശബരിമല അയ്യപ്പ സംഗമം നടത്തിയത് ദേവസ്വം ബോർഡാണെങ്കിലും സർക്കാരാണെന്ന തോന്നലും സ്വർണ്ണക്കവർച്ചയിൽ എ പത്മകുമാറിനെ പാർട്ടി മാറ്റി നിർത്തിയെങ്കിലും ശക്തമായി നടപടി സ്വീകരിക്കാത്തതും പരാജയ കാരണങ്ങളായി. അതേസമയം നേതൃമാറ്റം വേണമെന്ന കീഴ്ഘടകങ്ങളുടെ ആവശ്യം അവലോകന റിപ്പോർട്ടിൽ പരാമർശിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും സെക്രട്ടറിക്കുമല്ലെന്നും വ്യക്തിപരമായ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വ്യക്തിപരമായിട്ടുള്ള വീഴ്ചയൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളിപ്പം മുഖ്യമന്ത്രി ആയാലും അതുപോലെ പാർട്ടി സെക്രട്ടറി ആയാലും കൂട്ട സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങൾ രജിത്ത് നൽകും. രജിത്ത്, സ്വയം വിമർശനത്തിന് പാർട്ടി തയ്യാറാകുകയാണ്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ആവർത്തിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നുള്ളത് എടുത്തു പറയണം. ഒപ്പം ഈ സ്ഥാനാർത്ഥി നിർണയ പാളിച്ച സമ്മതിക്കുന്നുണ്ട്. കോൺഗ്രസ് BJP ഡീൽ ആവർത്തിക്കുന്നു. അപ്പോഴും ഉയരുന്ന ചോദ്യം ഇതാണ്: ജനം നേരത്തെ തിരിച്ചറിഞ്ഞത് പാർട്ടി അറിയാൻ വൈകിയത് എന്ത് എന്നുള്ളതാണ്. അശ്വതി, നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി പഠിച്ചതിനു ശേഷം, അത് കീഴ്ഘടകങ്ങൾ വരെ ചർച്ച ചെയ്തതിന് ശേഷമാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയ റിപ്പോർട്ട് ഒക്കെ കണ്ടേനെ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ്. തോൽവി ഏത് രീതിയിലുണ്ടായി എന്നത് സംബന്ധിച്ചാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു വിശദീകരണമൊക്കെ നൽകിയത്. അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി, അതിൻ്റെ ഒരു പ്രതിഫലനമുണ്ടായി. അതാണ് വിരുദ്ധ വികാരമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്നൊരു കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും: ഭരണവിരുദ്ധ വികാരമുണ്ടായി തോൽവിയിലേക്ക് നയിച്ചു. എന്നാൽ അത് അംഗീകരിച്ച് നൽകാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതിന് അദ്ദേഹം അക്കമിട്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJPക്ക് മേൽ പഴിചാരുകയാണ്. 30 മണ്ഡലങ്ങളിൽ BJPയും അതുപോലെ തന്നെ UDF ഒരു ഡീൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം എണ്ണമിട്ട് പറയുന്നത് ഒന്ന് തന്നെ SIR കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരാണ് എന്നൊരു പ്രചാരണം ഉണ്ടായി, അത് LDFിൻ്റെ തോൽവിയിലേക്ക് വന്നു എന്നാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നത്, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശം, ആ പരാമർശത്തിൽ പാർട്ടി വേണ്ട രീതിയിൽ ഊക്കോടുകൂടി ഇടപെട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പാർട്ടിയുടെ പരാമർശം തള്ളിക്കളഞ്ഞുവെങ്കിലും പാർട്ടി ആ പരാമർശം തള്ളിക്കളഞ്ഞു എങ്കിൽ തന്നെയും അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു തോൽവിക്ക് കാരണമായി. ഒപ്പം തന്നെ അയ്യപ്പ സംഗമം നടത്തിയതിനകത്ത് അത് സർക്കാർ അയ്യപ്പ സംഗമം നടത്തി എന്നൊരു തോന്നലാണ് ഉണ്ടാക്കിയത്. എന്നാൽ ദേവസ്വം ബോർഡാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയത് എന്നതിന് പകരം സർക്കാർ അയ്യപ്പ സംഗമം നടത്തി എന്നൊരു തോന്നലുണ്ടായി എന്ന കാര്യം അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അതിൽ RSS നേതാവായിട്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചതും ഒരു തോൽവിയുടെ ഒരു കാരണമായി അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിച്ചില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിച്ചില്ല. ആ നടപടി സ്വീകരിക്കുന്നതിൽ ഉണ്ടായ താമസം അല്ലെങ്കിൽ നടപടി സ്വീകരിച്ചത് കുറഞ്ഞുപോയി എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതലൊരു പ്രശ്നം ഉണ്ടാക്കിയത് എന്ന കാര്യം കൂടി അദ്ദേഹം വിലയിരുത്തുന്നു. അങ്ങനെ വിവിധ വിഷയങ്ങൾ, ആ കാര്യങ്ങളിൽ പാർട്ടിക്ക് വീഴ്ചകൾ ഉണ്ടായി എന്ന് പറയുമ്പോഴും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ വിശദീകരണങ്ങളൊക്കെയും നടത്തിയത്. എന്നാൽ കീഴ്ഘടകങ്ങളിൽ വരെ നേതൃമാറ്റം വരെ വേണമെന്ന ആവശ്യം വരെ ഉയർന്നു വന്നെങ്കിലും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിലേക്ക് എത്തിയപ്പോൾ അതിലൊരു പരാമർശം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ ഈ തോൽവിയുടെ ഉത്തരവാദിത്തം അതിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്കോ അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിക്കോ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയത് കൃത്യമായി അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായില്ല എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റൊന്നുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത് തളിപ്പറമ്പിലെയും അതുപോലെ തന്നെ പയ്യന്നൂരിലെയും
സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് വീഴ്ചയുണ്ടായി എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിനും പഴിചാരിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കാണ് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി തങ്ങൾക്ക് വീഴ്ചയുണ്ടായി എന്ന കാര്യം പറഞ്ഞത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയും അത് തിരുത്തുന്നതിനും അല്ലെങ്കിൽ അതും കൂടി പരാജയ കാരണമായി വിലയിരുത്തപ്പെടുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത് അതിൽ ഏറ്റവും പ്രധാനം ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിക്കോ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അത്തരമൊരു വീഴ്ച, വ്യക്തിപരമായ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ തോൽവിയുടെ പ്രധാന കാരണം അല്ലെങ്കിൽ തോൽവിയുടെ കാരണത്തിലേക്ക് നയിച്ചത് മൊത്തത്തിലുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ആ രീതിയാണ് എന്ന് മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നു പോയത് തന്നെയാണ് തോൽവിയുടെ പ്രധാന കാരണമെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അത് അംഗീകരിച്ച് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നില്ല. ഇത്തരം കാരണങ്ങൾ നിരത്തിക്കൊണ്ട് അവയൊക്കെയാണ് തോൽവിക്ക് കാരണമായിട്ടുള്ളത് എന്ന് മാത്രമാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നത്. ശരി, വിവരങ്ങളാണ് രജിത്ത് നൽകിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അതിരൂക്ഷമായി വിമർശിച്ച CPM സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ ഒരേ സമയം 2 തോണിയിൽ കാലുവെച്ച് സഞ്ചരിക്കുന്ന ഇരട്ടത്താപ്പ് നയമാണ് വെള്ളാപ്പള്ളിയുടേത്. അദ്ദേഹത്തിന്റെ ബഹുമുഖ വേഷം കേരളീയ സമൂഹം തിരിച്ചറിയണമെന്നും ജയരാജൻ തുറന്നടിച്ചു. LDF സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്തെത്തിയ അദ്ദേഹത്തിന്റെ മകൻ സംഘപരിവാർ ശക്തികൾക്കൊപ്പമാണ്. ഭാര്യ പ്രീതി നടേശൻ BJP സ്ഥാനാർത്ഥികളെ വെള്ളപൂശാൻ നടക്കുകയാണ് അദ്ദേഹം ആരോപിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പുസ്തക പ്രകാശന ചടങ്ങിലാണ് P. ജയരാജന്റെ പരാമർശം. വിനോദിനി ബാലകൃഷ്ണന്റെ പരാമർശത്തിന് മറുപടി നൽകി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടിയേരി മരിച്ചതിന് ശേഷം നിരവധി തവണ വീട്ടിൽ പോയിട്ടുണ്ട്. സൗഹൃദം പുതുക്കിയിട്ടുണ്ട്. ബിനീഷിനെ അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ല. സാധാരണ മാർച്ച് മാസത്തിൽ പുതുക്കേണ്ട പാർട്ടി മെമ്പർഷിപ്പ് ബിനീഷ് പുതുക്കിയിരുന്നില്ല. പുതുക്കാൻ പാർട്ടി തീരുമാനിച്ചതായും MV ഗോവിന്ദൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ വലിയ തിരിച്ചടിയാണ് LDFിനുണ്ടായത് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി V. ജോയി MLA തുടരും. ജില്ലയിൽ നിന്നുമുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗത്തിൽ ധാരണയായി. നാളെ ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വം V. ജോയിയുടെ പേര് നിർദ്ദേശിക്കും. ജില്ലയിലെ നേതാക്കളുമായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമാണ് ചർച്ച നടത്തി തീരുമാനമെടുത്തത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്താണ് V. ജോയിയെ പദവിയിൽ നിന്നും മാറ്റുകയും A. റഹീമിന് താൽക്കാലിക ചുമതല നൽകുകയും ചെയ്തത്. പ്രതികൾക്കാശ്വാസം, കോടതിയിൽ SITക്ക് തിരിച്ചടി. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സന്ദീപ് S. വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഹണി M. വർഗീസാണ് ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞത്. 2023 ഡിസംബറിലാണ് സംഭവം. അതേസമയം വിധിയിൽ നിരാശയെന്നും നിയമപോരാട്ടം തുടരുമെന്നും MLA AD തോമസ് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ അടക്കം 5 പ്രതികളാണ് കേസിലുള്ളത്. സുരക്ഷാ ഉദ്യോഗസ്ഥരായ S. സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവരാണ് മറ്റു പ്രതികൾ. പിണറായി വിജയൻ നയിച്ച നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തല്ലിച്ചതച്ചത്. കേസിലെ പ്രതികൾക്കെതിരെ ആദ്യ അന്വേഷണ സംഘം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. എന്നാൽ SIT രൂപീകരിച്ച ശേഷം പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രതികൾ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇതിനെ ഞങ്ങൾ കാണുന്നത് ഒരു താൽക്കാലികമായ ഒരു രാഷ്ട്രീയമായ തിരിച്ചടിയാണ്. അപ്പോൾ ഈ കോടതിയുടെ ഒരു സ്വഭാവം അത് ഇന്ന് മാത്രമല്ല, മുൻകാലങ്ങളിലെ പല കാര്യങ്ങളും പഠിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കത് പറയുന്നതിൽ പല പരിമിതികളുമുണ്ട്. പക്ഷേ അജയ് അത് പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോടതിയുടെ മുൻ ഇടപെടലുകൾ നമ്മളൊന്ന് അന്വേഷിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. പശ്ചാത്തലമൊക്കെ ഒന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങൾക്കുണ്ട്. ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ മുതൽ കടുത്ത വിമർശനമാണ് പ്രത്യേക അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും നേരിട്ടത്. റിപ്പോർട്ട് പൂർണ്ണമല്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. കേസ് രണ്ടാമത് പരിഗണിച്ച ഘട്ടത്തിൽ SIT പുതിയ റിപ്പോർട്ട് സമർപ്പിച്ച് നരഹത്യാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുവെങ്കിലും തിടുക്കപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തതിനെയും കോടതി വിമർശിച്ചിരുന്നു. മതിയായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടു എന്ന വിമർശനവും കോടതി ഉന്നയിച്ചു.
നരഹത്യാശ്രമം ഉൾപ്പെടുത്താൻ തക്കവണ്ണമുള്ള മർദ്ദനം നടന്നിട്ടില്ല എന്നതായിരുന്നു ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമുള്ള കോടതിയുടെ നിരീക്ഷണം. AD തോമസ് MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. കേസിൽ കക്ഷി ചേർന്ന ഇവർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ മേൽക്കോടതിയെ സമീപിച്ചേക്കും. അമൃത ന്യൂസ്, ആലപ്പുഴ. മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതി നടപടി തിരിച്ചടിയായി കാണുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരിശോധിച്ച ശേഷം അപ്പീൽ പോകണമെങ്കിൽ പോകും. അഡ്വക്കേറ്റ് ജനറലും DGPയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ KK ലതികയെ ചോദ്യം ചെയ്യാൻ SIT. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ KK ലതികയ്ക്ക് നോട്ടീസ് നൽകും. നേരത്തെ DYFI നേതാക്കളെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ KK ലതിക ഫേസ്ബുക്കിൽ കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നീടത് പിൻവലിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLAയുമായ KK ലതികയ്ക്ക് നോട്ടീസ് നൽകാൻ SIT തീരുമാനിച്ചത്. DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കം 3 പേരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. സന്ദേശം ആദ്യം പ്രചരിപ്പിച്ചത് DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന റിബേഷ് രാമകൃഷ്ണനാണെന്നാണ് സംഘം കണ്ടെത്തിയത്. എന്നാൽ റിബേഷിന് സന്ദേശം ലഭിച്ചത് മറ്റൊരു ഗ്രൂപ്പിൽ നിന്നാണെന്ന് കണ്ടെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഗ്രൂപ്പ് അഡ്മിന്മാരിൽ ഒരാളായ DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ജിതിന്റെ മൊഴിയെടുത്ത ശേഷമാണ് വിവരങ്ങളിൽ വ്യക്തത വരുത്താൻ റിബേഷിനെ ചോദ്യം ചെയ്തത്. CPMന്റെ വിവിധ സൈബർ ഗ്രൂപ്പ് അംഗങ്ങളായ മനീഷ്, അതുൽ എന്നിവരെയും SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. പല മൊബൈൽ ഫോണുകളുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലവും ലഭിക്കാനുണ്ട്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജയെ കാഫിറായ സ്ത്രീ എന്നധിക്ഷേപിച്ച് MSFുകാർ ഇറക്കിയതെന്ന രീതിയിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം റിബേഷ് DYFI ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനവും ഒഴിഞ്ഞിരുന്നു. DYFI സമ്മേളനങ്ങളുടെ ഭാഗമായാണ് പ്രസിഡന്റും സെക്രട്ടറിയും സ്ഥാനം ഒഴിഞ്ഞതെന്നും സ്ഥാനമാറ്റത്തിനു പിന്നിൽ കാഫിർ കേസുമായി ബന്ധമില്ലെന്നും DYFI ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദപാത്തിയും ദുർബലമായതോടെ കേരളത്തിൽ മഴ കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അതേസമയം 3 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മഴയിലും ശക്തമായ കാറ്റിലും പലയിടത്തും നാശനഷ്ടങ്ങളുണ്ടായി. നാളെയോടെ കാലവർഷം ദുർബലമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തുടരുകയാണ്. ശക്തമായ മഴയിൽ ജില്ലകളിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് നാരായണ നഗരത്തെ നഗരസഭയുടെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ കെട്ടിടം ഭാഗികമായി തകർന്നു. തറനിരപ്പിലെ പാളികൾ അടർന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം. കൂടാതെ കൊടിയത്തൂരിൽ വീടിന്റെ ചുറ്റുമതിലും തകർന്നു. കണ്ണൂരിലും സമാനമായി കെട്ടിടവും മതിലും തകർന്നു വീണിട്ടുണ്ട്. പാലക്കാട് പരുത്തിപ്പുള്ളിയിൽ തൃത്താമര ക്ഷേത്രത്തിന് സമീപം മരം കടപുഴകി വീണു. തൃത്താമര ചന്ദ്രന്റെ വീടിന് ചേർന്നുള്ള ശുചിമുറിയും ഭാഗികമായി തകർന്നിട്ടുണ്ട്. കോട്ടയത്ത് ശക്തമായ കാറ്റിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിലേക്ക് മരം കടപുഴകി വീണു. മുഴുവൻ സമയം OP ഉള്ള ആശുപത്രിയുടെ മുറ്റത്ത് ഈ സമയം ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടങ്ങൾ നിരവധിയാണെങ്കിലും ആർക്കും പരിക്കില്ല. തീരദേശങ്ങളിലും മലയോര മേഖലകളിലും വരും മണിക്കൂറുകളിൽ ജാഗ്രത ശക്തമാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് ഇന്നുണ്ടായത്. തൃശൂരിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശം. ചുഴലിക്കാറ്റിൽ നടത്തറ പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന്റെ സമീപത്തെ തേക്കുമരങ്ങളെല്ലാം കടപുഴകി വീണു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മഴയിൽ വിൽവട്ടം, നടത്തറ മേഖലകളിലും വ്യാപക നാശനഷ്ടമുണ്ടായി. രാവിലെ 9 മണിയോടുകൂടി വീശിയ കാറ്റിലും മഴയിലുമാണ് തൃശൂരിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചത്. നടത്തറ പൂച്ചട്ടി ഭവൻ സ്കൂളിന്റെ സമീപം നിരവധി മരങ്ങൾ കടപുഴകി വീണു. സ്കൂളിലേക്ക് വിദ്യാർത്ഥികളുമായി എത്തിയ വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മരങ്ങൾ പതിച്ചത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. സ്കൂളിലെ LKG വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് സമീപമാണ് മരങ്ങൾ വീണത്. ഇതുണ്ടായ സമയത്ത് കുട്ടികൾ ആരും ഈ ഭാഗത്തുണ്ടായിരുന്നില്ല. അവരെല്ലാവരും ക്ലാസ് റൂമിനുള്ളിലുണ്ടായിരുന്നു, എല്ലാ കുട്ടികളും. അതാണ് കുട്ടികൾക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല.
കുറച്ച് കുട്ടികൾ ആ ഭാഗത്തുണ്ടായിരുന്നു, അവരെയൊക്കെ അങ്ങോട്ട് ഹോസ്റ്റലിലേക്ക് മാറ്റി. അവിടുത്തെ ഗേൾസ് ഹോസ്റ്റലിലേക്കും ബോയ്സ് ഹോസ്റ്റലിലേക്കും ആക്കിയിട്ട് കുട്ടികളെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി. ഒരു 5-6 വണ്ടിക്കാരെ എത്തിയിട്ടുള്ളൂ അവിടെ. ആ എത്തിയ സമയത്ത് ഇവിടെ കുട്ടികളൊക്കെ ഇറക്കണ്, ഞാൻ അങ്ങോട്ട് വണ്ടി അവിടെ ഇറക്കണ. ഞാൻ ഇറക്കണ സമയത്ത് അവിടെ നിന്ന് കാറ്റ് വരുന്നുണ്ട്. മഴ കാര്യമായിട്ട് പെയ്ത് തുടങ്ങിയില്ലേ, കാറ്റ് വന്നു ഞങ്ങൾ വിചാരിക്കണം നിൽക്കുന്ന കാറ്റ് നിൽക്കണില്ലേ, തിരിഞ്ഞു വന്ന് അങ്ങനെ തന്നെ നോക്കിയപ്പോൾ കുട്ടികളെ 4-5 ഞങ്ങളുണ്ടല്ലോ ഇറക്കി കുട്ടികളെ ഞങ്ങൾ കൊണ്ട് അങ്ങോട്ട് ഓടി. ഇവിടെ ഒരു വണ്ടിക്കാരെ ഇറക്കണ കുട്ടി ഇവിടെ ഇറക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ ടീച്ചറെ കാറ് കിടക്കണം. ടീച്ചറെ കാർമിക്കും മരം വീണ കാരണം ഇപ്പുറത്തെ വണ്ടിമെങ്കിലും ഓടെ കാരണം കുട്ടികളെ മേത്തേക്ക് വീണില്ല. ചേറൂർ വില്ലടം മേഖലയിലും മിന്നൽ ചുഴലി വീശി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. മരങ്ങൾ കടപുഴകി റോഡിലേക്ക് വീണതോടെ മേഖലയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ തൃശൂർ മറ്റത്തൂരിൽ 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് കുടുംബങ്ങളെ മാറ്റിയത്. അമൃത ന്യൂസ്, തൃശൂർ. 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ വയനാട്ടിൽ കനത്ത ജാഗ്രത. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്താൻ തീരുമാനിച്ചു. സുൽത്താൻ ബത്തേരിയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് പ്രതികരിച്ചു. അതേസമയം രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സന്ദർശിച്ചു. സുൽത്താൻ ബത്തേരി കോളിയാടി മാർ ബാസിലിയോ സ്കൂളിലെ 4.5 വയസ്സുള്ള ആൺകുട്ടിക്കും 5 വയസ്സുള്ള പെൺകുട്ടിക്കുമാണ് കഴിഞ്ഞ ദിവസം ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ ബുധനാഴ്ച സ്പെഷ്യൽ ഡ്രൈവ് നടത്താനും സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ സുൽത്താൻ ബത്തേരിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത് 2 എണ്ണത്തിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയുണ്ടായി. 339 കുട്ടികളാണ് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 59 പേർ വിവിധ ആശുപത്രികളിൽ കിടത്തി ചികിത്സയിലാണ്. രോഗബാധിതരുടെ സഹോദരങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരീക്ഷണം തുടരും. അതേസമയം രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 9 കുട്ടികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്. ഇടുക്കിയിൽ H1N1 രോഗം ബാധിച്ച് വയോധിക മരിച്ചു. മരിയാപുരം കൊച്ചുകരിമ്പൻ സ്വദേശി പൂങ്കുടിയിൽ മറിയാമയാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും കടലിന്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനുമുള്ള നിയന്ത്രണം ജൂലൈ അവസാനം വരെ തുടരും. 52 ദിവസത്തേക്കാണ് ട്രോളർ ബോട്ടുകൾക്ക് കടലിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താം. കടലിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനും മത്സ്യങ്ങളുടെ പ്രജനനത്തിന് അനുകൂല സാഹചര്യം ഒരുക്കാനുമായി സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ തുടരുന്ന നിരോധനത്തോടെ യന്ത്രവൽകൃത ബോട്ടുകൾക്കും ട്രോൾ വലകൾ ഉപയോഗിക്കുന്ന വലിയ മത്സ്യബന്ധന യാനങ്ങൾക്കും കടലിൽ പോകാൻ അനുമതിയില്ല. കടലിന്റെ അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതും ചെറുമീനുകൾ ഉൾപ്പെടെ വൻതോതിൽ മത്സ്യങ്ങൾ പിടിക്കപ്പെടുന്നതും തടയാൻ ട്രോളിംഗ് നിരോധനം അനിവാര്യമാണെന്നാണ് വിലയിരുത്തൽ. അതേസമയം നിബന്ധനകൾക്ക് വിധേയമായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം തുടരാം. നിരോധന കാലത്ത് അനധികൃത മത്സ്യബന്ധനം തടയുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങളും കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കും. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. എന്നാൽ കടലിന് വിശ്രമം നൽകുന്ന ഈ 52 ദിവസങ്ങൾ തീരദേശ മേഖലയിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും ബോട്ടുടമകൾക്കും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലം കൂടിയാണ്. സർക്കാർ പ്രഖ്യാപിക്കുന്ന ധനസഹായങ്ങളും ക്ഷേമ പദ്ധതികളും കൃത്യമായി ലഭിക്കുന്നില്ലെന്ന പരാതിയും മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. മത്സ്യസമ്പത്തിന്റെ ഭാവി സംരക്ഷിക്കാനുള്ള അനിവാര്യ നടപടിയായ ട്രോളിംഗ് നിരോധനം കടലിന് ആശ്വാസമാകുമ്പോൾ തീരദേശ കുടുംബങ്ങൾക്ക് അത് ഉപജീവനത്തിന്റെ വെല്ലുവിളി നിറഞ്ഞ ദിനങ്ങളാണ്. അമൃത ന്യൂസ്, കൊല്ലം. MSC എൽസ കപ്പൽ അപകടത്തിൽപ്പെട്ട 3 നാവികർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ഹൈക്കോടതി അനുമതി. കൊച്ചി മജിസ്ട്രേറ്റ് കോടതിയുടെ റിപ്പോർട്ടിന് ശേഷം മറ്റുള്ളവരുടെ ഹർജി പരിഗണിക്കും. കപ്പൽ അപകടം വരുത്തിവെച്ച വിനയെന്നും മുന്നറിയിപ്പ് അവഗണിച്ചുവെന്നും കേന്ദ്ര കപ്പൽ മന്ത്രാലയം അറിയിച്ചു. MSC കപ്പൽ അപകടത്തിൽ
നാവികർക്ക് വീട്ടിലേക്ക് പോകാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി വന്നത്. കപ്പലിലെ 3 ജീവനക്കാർക്ക് സ്വദേശത്തേക്ക് പോകാൻ ഹൈക്കോടതി അനുമതി നൽകി. കോടതി ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം എന്ന വ്യവസ്ഥയോടെയാണ് അനുമതി. മറ്റ് ജീവനക്കാരുടെ കാര്യത്തിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഉത്തരവിടാമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. കൊച്ചി മജിസ്ട്രേറ്റ് കോടതിയോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. വിചാരണ ഏത് ഘട്ടം വരെ ആയി എന്നാണ് ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതിയോട് ചോദിച്ചിട്ടുള്ളത്. ഇതേസമയം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അപകടം വരുത്തിവെച്ച വിനയാണെന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. വിഴിഞ്ഞത്ത് നിന്ന് കപ്പൽ പുറപ്പെടുമ്പോൾ തന്നെ കപ്പലിന് ചരിവുണ്ടെന്നും പരിശോധിക്കണമെന്നും ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിഗണിക്കാതെയാണ് കപ്പൽ യാത്ര തുടർന്നതെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ വരുത്തിവെച്ച വിനയായ ഈ അപകടത്തിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ട്. ഇത് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഹൈക്കോടതിയുടെ തുടർ നടപടി. അപകടമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അവഗണിച്ചുകൊണ്ട് കപ്പൽ യാത്ര തുടർന്നത് വലിയ ഗുരുതരമായ കുറ്റമാണ്. അമൃത ന്യൂസ്, കൊച്ചി. നീറ്റ് പുനഃപരീക്ഷയിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കുറ്റമറ്റ രീതിയിൽ പുനഃപരീക്ഷ നടത്താൻ എല്ലാ ക്രമീകരണവും നടത്തുന്നുണ്ട്. രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഇതിനായി പ്രവർത്തിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. 2024 കീം പരീക്ഷയുടെ പ്രോസ്പെക്ടസ് ശരിവെച്ച ഹൈക്കോടതി. പരീക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ആദ്യം നൽകിയ പ്രോസ്പെക്ടസിലെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് അവസാന നിമിഷം മാറ്റങ്ങൾ വരുത്തിയെന്നായിരുന്നു ഹർജിക്കാരുടെ ആരോപണം. 2014 നടത്തിയ കീം പരീക്ഷയുടെ പ്രോസ്പെക്ടസ് പിന്നീട് തിരുത്തിയെന്ന് ആരോപിച്ചാണ് ചില ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. പരീക്ഷ നടത്തുന്ന സർക്കാരിന് ചില കാര്യത്തിൽ ഭേദഗതി വരുത്താനുള്ള അധികാരമുണ്ടെന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി ഉദ്യോഗാർത്ഥികളുടെ ഹർജി തള്ളിയത്. പ്രോസ്പെക്ടസ് നൽകുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് നടപ്പിലാകാതെ വന്നാൽ അതിൽ ഭേദഗതി വരുത്തുവാൻ സർക്കാരിന് അധികാരമുണ്ടെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം, നീറ്റ് പരീക്ഷയുടെ മുഴുവൻ നടപടിക്രമങ്ങളും റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പോലും ശരിവെക്കുന്ന രീതിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കീം പരീക്ഷയുടെ പ്രോസ്പെക്ടസിൽ അവസാന നിമിഷം മാറ്റം വരുത്തിയെന്ന് ആരോപിച്ചാണ് ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത്തരത്തിൽ മാറ്റം വരുത്തുവാൻ ഭരിക്കുന്ന സർക്കാരിന് അധികാരമുണ്ടെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നീറ്റ് പരീക്ഷ റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അംഗീകരിക്കുന്ന രീതിയിലാണ് കീം പരീക്ഷയുടെ ഉത്തരവും ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിൽ തെക്കൻ ലെബനനിലെ ടൈറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അഭ്യർത്ഥനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ നീക്കം. ലെബനനിലെ തങ്ങളുടെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാർച്ചിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ സൈനിക നീക്കം ആരംഭിച്ചതിനു ശേഷം ടൈറിൽ ഉണ്ടാകുന്ന ഏറ്റവും കനത്ത ആക്രമണമാണ് ഇത്. ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രായേൽ സൈന്യം നഗരം ഒഴിഞ്ഞുപോകാൻ ഉത്തരവിട്ടിരുന്നതായി ലെബനൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.